അന്യഭാഷാ ബോക്സ് ഓഫീസുകളിൽ ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ. ആദ്യ ദിനം മുതൽ റിലീസ് കേന്ദ്രങ്ങളിൽ മികച്ച പ്രതികരണം ലഭിച്ച ചിത്രം ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റിലേക്കാണ് കുതിക്കുന്നത്. മലയാളത്തിന് പുറമെ ബോളിവുഡിലും ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസിനെ പറ്റിയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാർക്കോ അധികം വൈകാതെ തന്നെ OTT പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമോ മാർക്കോ പ്രമുഖ OTT പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണുള്ള സൂചന വരുന്നത്. തിയേറ്ററുകളിൽ എത്തി 45 ദിവസത്തിന് ശേഷമാണ് മാർക്കോയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുക. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു മാർക്കോയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും മാർക്കോയുടെ OTT സ്ട്രീമിംഗ് ഉണ്ടാകും. ഡിലീറ്റഡ് സീൻസ് ഉൾപ്പെടെ കൂടുതൽ സ്ട്രീമിംഗ് ടൈമിലൂടെയാണ് മാർക്കോ OTTയിൽ പ്രേക്ഷകരെ തേടിയെത്തുക. ഉണ്ണിമുകുന്ദന്റെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് ചിത്രമാകും മാർക്കോ എന്നാണ് കണക്കുകൂട്ടൽ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദാണ് മാർക്കോ നിർമ്മിക്കുന്നത്. KGF, സലാൽ അടക്കമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകനായ രവി ബൻസൂർ ആണ് മാർക്കോയിലെയും ഈണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സിദ്ദീഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ, ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ ആരാണെന്ന് നമുക്കറിയാലോ, നമ്മുടെ തിലകന്റെ കൊച്ചുമോൻ തന്നെയാണ്. മാത്യു വർഗ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അണിനിരന്നത്.